ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളായിട്ട് ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഒരിക്കൽ ഒരു സന്ധ്യ കഴിഞ്ഞ് ഒരാൾ തൻ്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടിയിട്ട് അയാൾ വീട്ടിലേക്ക് ചെന്നു. അവിടെ ആകെ ഇരുട്ട് പരന്ന് പിടിച്ചിട്ടുണ്ട്. ആ വീട്ടിൽ വിളക്ക് കത്തിച്ചിട്ടില്ല. ആ വീട്ടിൽ തൻ്റെ കൂട്ടുകാരനുണ്ടോ എന്നറിയാൻ വേണ്ടി ആ മനുഷ്യൻ വീട്ടിൻ്റെ അകത്തേക്ക് കയറി നോക്കുമ്പോൾ അരണ്ട വെളിച്ചത്തിൽ തൻ്റെ കൂട്ടുകാരൻ എന്തോ തിരയുന്നതായിട്ട് കാണുന്നുണ്ട്. അയാൾക്കത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അത് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇരുട്ടിൽ. വന്നയാൾ പറഞ്ഞു, എന്താണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്? എന്താണ് ഈ തിരയുന്നത്? അയാൾ പറഞ്ഞു, എൻ്റെ ഒരു സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരി, തൻ്റെ കൂട്ടുകാരനെ സഹായിക്കാൻ വേണ്ടി അയാളും അവിടെ തപ്പിത്തടയാൻ തുടങ്ങി. എന്നാലും എന്താണ് നഷ്ടപ്പെട്ടത്, എന്താണ് കളഞ്ഞു പോയതെന്ന് പറയാതെ എങ്ങനെയാണെന്ന് കണ്ടെത്തുക? എന്താണ് നഷ്ടപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് മറുപടിയില്ല. ഇരുട്ടിൽ തപ്പിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ വന്നയാൾ അയാളുടെ കൈവശമുണ്ടായിരുന്ന ലാമ്പ് തെളിയിച്ചു. ആ ലാമ്പ് തെളിയിച്ച അവിടെ വെളിച്ചം പരന്നപ്പോൾ ആ കൂട്ടുകാരൻ പറഞ്ഞു, കിട്ടിയിട്ടുണ്ട്, നഷ്ടപ്പെട്ടു പോയത് എനിക്ക് കിട്ടിയിരിക്കുന്നു, ഇനി തിരയണ്ട എന്ന്. എന്താണ് നിങ്ങൾക്ക് കിട്ടിയത്, എന്താണ് നഷ്ടപ്പെട്ടു പോയതെന്ന് ചോദിക്കുമ്പോൾ ഈ വെളിച്ചമാണ് എനിക്ക് നഷ്ടപ്പെട്ടു പോയത്, ആ വെളിച്ചമാണ് ഞാൻ ഇരുട്ടി തപ്പിക്കൊണ്ടിരുന്നത് എന്ന് അയാൾക്ക് മറുപടി പറയുന്നുണ്ട്. ഇതേ ഒരു അവസ്ഥയിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ റമദാൻ മാസം വരുമ്പോഴും മുസ്ലിമീങ്ങളായി നമ്മൾ മഹാഭൂരിപക്ഷം ആൾക്കാരും കടന്നു പോകുന്നത്. നഷ്ടപ്പെട്ടത് എന്താണെന്ന് നമുക്കറിയില്ല, അതിൻ്റെ പേര് മാത്രമേ നമുക്ക് ആകെ രൂപമുള്ളൂ. എന്താണ് നമ്മൾ അന്വേഷിക്കുന്നതെന്ന് നമുക്കൊരു ധാരണയില്ല. ഇരുട്ടിൽ വെളിച്ചത്തെ തപ്പുന്ന അതേ മനുഷ്യൻ്റെ അവസ്ഥയാണ് ഓരോ റമദാൻ മാസം വരുമ്പോഴും തഖ്വ തിരഞ്ഞിറങ്ങുന്ന നമ്മുടെ ഓരോരുത്തരുടെയും. തഖ്വ എന്തെന്ന് നമുക്കറിയില്ല, എന്താണ് തഖ്വ എന്ന് നമുക്കറിയില്ല. പക്ഷെ ആ തഖ്വ ഉണ്ടാക്കാൻ വേണ്ടിയാണ് റമദാൻ മാസത്തിൻ്റെ മുഴുവൻ സമയവും നമ്മൾ ചിലവാക്കിക്കൊണ്ടേയിരിക്കുന്നത്. എന്തിനു വേണ്ടി റമദാൻ? ലഅല്ലക്കും തത്തഖൂന, നിങ്ങളെ മുത്തഖികളാക്കാൻ വേണ്ടിയെന്ന്. അതിനുവേണ്ടിയാണ് നമ്മൾ നോമ്പ് പിടിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മുടെ ഈ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ നമ്മൾ വരുത്തിയത്. പക്ഷെ നമുക്ക് തഖ്വ എന്തെന്ന് ഇപ്പോഴും പിടുത്തം കിട്ടിയിട്ടില്ല. ഈ തഖ്വ എന്നുള്ളത് റമദാനിൻ്റെ മാത്രം ഉന്നമല്ലല്ലോ, ലോകത്തേക്ക് അയക്കപ്പെട്ട എല്ലാ പ്രവാചകന്മാരുടെയും പ്രബോധന വിഷയം തഖ്വ. അനലക്കും നാസിഹുൻ അമീൻ. നിങ്ങളുടെ സഹോദരൻ നൂഹ് നബി അലൈഹി സ്വലാം വന്നിട്ട് എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയായ ഒരു ഉപദേഷ്ടാവാണ്, നിങ്ങളുടെ നന്മ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അലാ തത്തഖൂന, നിങ്ങൾക്ക് അള്ളാഹുവിന് തഖ്വ ചെയ്തുകൂടെ? അള്ളാഹുവിന് തഖ്വ ചെയ്തുകൂടെ എന്നാണ് നൂഹ് നബി അലൈഹി സ്വലാം തന്റെ ജനങ്ങളോട് പറഞ്ഞത് എന്ന് വിശുദ്ധ ഖുർആൻ. ഷുഐബ് നബി അലൈഹി സ്വലാം, ലൂത്ത് നബി അലൈഹി സ്വലാം, സോലിഹ് നബി അലൈഹി സ്വലാം, ഇല്യാസ് നബി അലൈഹി സ്വലാം, ഇവരെല്ലാവരും തന്റെ സമൂഹങ്ങളോട് പറയുന്നത് അള്ളാഹുവിന് നിങ്ങൾ തഖ്വ ചെയ്യാത്തത് എന്ത്? നിങ്ങൾ അള്ളാഹുവിന് തഖ്വ ചെയ്യൂ എന്നാണ് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത് എന്ന് ഓരോ പ്രവാചകന്റെയും ഹിസ്റ്ററി കൈകാര്യം ചെയ്യുന്ന ഭാഗത്ത് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. എല്ലാ പ്രവാചകന്മാരും ഇതന്നെ പറഞ്ഞു പോയത്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇതേ തഖ്വ പഠിപ്പിക്കാൻ വേണ്ടി വന്നു. ഇതിനു വേണ്ടി വേദങ്ങൾ അവതീർണമായി. വേദങ്ങളുടെ അവതീർണ ലക്ഷ്യം പോലും തഖ്വ പഠിപ്പിക്കലായിരുന്നു. ഈ അള്ളാഹുവിന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ലക്ഷ്യം ജനങ്ങളെ തഖ്വ പഠിപ്പിക്കുക. എത്രത്തോളം എന്ന് പറയുമ്പോൾ പ്രവാചകൻ ഒരു ഉത്ബോധനവും നടത്തിയിട്ടില്ല തഖ്വയെക്കുറിച്ച് സംസാരിക്കാതെ. ഏത് വെള്ളിയാഴ്ചയാകട്ടെ, ഓരോ സാഹചര്യത്തിലും ഓരോ വിഷയമുണ്ടാകും. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾക്ക് അനുസൃതമായി ജനങ്ങൾക്ക് കൃത്യമായൊരു ബോധവൽക്കരണത്തിന് അനിവാര്യതയുണ്ട്. അതുകൊണ്ട് സമകാലീന പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ടായിരിക്കും ഖുത്ബ ഉണ്ടാവുക. അങ്ങനെ റസൂൽ ഉപദേശിക്കുക. പക്ഷെ എല്ലാ ഉപദേശങ്ങളിലും ഒന്ന് പറയാൻ വിട്ടുപോയിട്ടില്ല, അള്ളാഹുവിന് നിങ്ങൾ തഖ്വ ചെയ്യണേ എന്ന്. അള്ളാഹുവിനെ തഖ്വ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യാത്ത, അത് ഓർമ്മപ്പെടുത്താത്ത ഒരു പ്രഭാഷണവും പ്രവാചകൻ പൂർത്തിയാക്കിയിട്ടില്ല. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗം അതായിരുന്നു, ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം അതായിരുന്നു. പക്ഷെ എന്നിട്ടും നമുക്ക് തഖ്വ എന്തെന്ന് മനസ്സിലായിട്ടില്ല, അതറിയാൻ നമ്മൾ ശ്രമിക്കാറുമില്ല. എല്ലാവരും തഖ്വ അന്വേഷിക്കുകയാണ്, അപ്പൊ നമ്മളും അന്വേഷിക്കുകയാണ്, നമ്മളും ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാകാതെ നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. എന്താണ് തഖ്വ എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ തഖ്വ എന്നൊരു വിഷയത്തെക്കുറിച്ചുള്ളൊരു എക്സ്പ്ലനേഷൻ, വിശദീകരണം എന്തുകൊണ്ട് നടക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല? മനസ്സിലാക്കാൻ പറ്റാത്തതിനെ ശ്രമിക്കാതിരിക്കുക, അതാണ് നമ്മുടെ ലോജിക്ക്. പലപ്പോഴും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ സാറന്മാർ പഠിപ്പിക്കും പോലെയാണ്. ചില കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് അതിന് അങ്ങനെ തന്നെയാണ് അർത്ഥം പറയുക, വേറെ അർത്ഥം പറയില്ല. ചില അറബി കോളേജ് ഉസ്താദന്മാരും അങ്ങനെ തന്നെയാണ്.
എളുത്തറു എന്ന് പറഞ്ഞാൽ ഇളുത്തിറാറാകുമെന്ന് പറയും, ശിഷ്യന്മാരോട് അങ്ങനെ പറയാം. അപ്പോൾ എന്താണ് ഇളുത്തിറാറെന്ന് ചോദിച്ചാൽ അതിന് അവർക്ക് അർത്ഥം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ പറയുള്ളൂ. അത് കണക്ക് ഓരോ സാറന്മാരും പഠിപ്പിക്കുമ്പോൾ അതിനങ്ങനെ പറയും, നമ്മൾ അങ്ങനെ പഠിപ്പിക്കും. അതിനുശേഷമുള്ള തലമുറയ്ക്ക് നമ്മൾ അങ്ങനെ പഠിപ്പിക്കും. അതുപോലെ തഖ്വയെക്കുറിച്ച് നിങ്ങൾ തഖ്വ ചെയ്യണേ, അള്ളാഹു തഖ്വ ചെയ്ത് ജീവിക്കണേ എന്ന് എല്ലാവരും പറയുന്നു. നമ്മളും അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടും കേട്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല, പഠിക്കാൻ ശ്രമിക്കുന്നില്ല. അതിനേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്നുള്ളത് ഒരു നിർവചനം കൊടുക്കാൻ കഴിയാതെ പോയി എന്നുള്ളതാണ്. തഖ്വ എന്ന ആ വാക്കിന് ഒന്നോ രണ്ടോ വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ ചില വാചകങ്ങൾ കൊണ്ട് ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. അള്ളാഹുവും റസൂലും കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നതാണ് കാര്യം. എന്നാലും ചില ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ജനങ്ങൾക്ക് എളുപ്പം നിന്ന് മനസ്സിലാക്കാൻ. ആകെ മൊത്തം തഖ്വയെക്കുറിച്ച് ചെറിയ വാക്കുകൾ എങ്ങനെയെങ്കിലും ഒരു സൂചന കൊടുക്കാനെങ്കിലും കഴിയുന്നൊരു ഡെഫിനിഷൻ കൊടുക്കാനുള്ള ശ്രമങ്ങൾ പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട്. സ്വഹാബത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ചില വിശദീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. പലരും പല രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എങ്കിലും ഏറ്റവും നന്നായി തോന്നിയത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകളാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഉബയ്യ് ഇബ്നു കഅബിനോട് ചോദിക്കുന്നുണ്ട്, ഉബയ്യേ, തഖ്വയെ ഒന്ന് വിശദീകരിക്കാമോ എന്ന്. എന്താണ് തഖ്വ എന്ന്? ഉമറിനെ അറിയാത്ത കാര്യമായിരുന്നോ തഖ്വ എന്ന് ആലോചിക്കണ്ട. ഉമറിന് അറിയാത്തതൊന്നല്ല, ഉമർ മനസ്സിലാക്കാത്ത തഖ്വയല്ല. പക്ഷെ മറിച്ച് ആ തഖ്വയെ ചില വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ ഉബയ്യിന് കഴിഞ്ഞേക്കാം എന്നുള്ള പ്രതീക്ഷയാണ്. കാരണം അത്രമേൽ കഴിവുള്ള വ്യക്തിയാണ്, അത്രമേൽ ചിന്താശേഷിയുള്ള വ്യക്തിയാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. വലിയ അഗ്രഗണ്യനായ ഖുർആൻ പണ്ഡിതനാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു എന്നല്ല. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ ഉബയ്യിനോട് പറഞ്ഞല്ലോ, ഉബയ്യെ, നിനക്ക് ഖുർആൻ ഓതിത്തരാൻ അല്ലാഹു എന്നോട് കൽപ്പിച്ചു എന്ന്. ഉബയ്യിനോട് പറയുകയാണ് ഉബയ്യ് ഇബ്നു കഅബ്, അബാമുന്തിറെ, താങ്കൾക്ക് ഖുർആൻ ഓതിത്തരാൻ എന്നോട് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നുവെന്ന്. ലോകത്തുള്ള എല്ലാ മനുഷ്യനെയും ഖുർആൻ പഠിപ്പിക്കാൻ റസൂലിനെ അയച്ചത്. എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ട റസൂൽ തന്നെ, വേറെ ആരെ പഠിപ്പിക്കുക? പക്ഷെ ഉബയ്യ് കഅബ് എന്ന് പറയുന്ന ഈ അബൂമുന്തിറിന് താങ്കൾ ഓതിക്കൊടുക്കണമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ കണ്ണ് നിറഞ്ഞ ആ മനുഷ്യൻ ചോദിച്ചു, നബി, എന്റെ പേര് പറഞ്ഞു എന്ന്. നിന്റെ പേരും പറഞ്ഞു, നിന്റെ അഡ്രസ്സും പറഞ്ഞു എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നിനക്ക് ഓതി നൽകാൻ സൂറത്തുൽ ബയ്യിന ഓതിക്കൊടുത്ത റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഓതിക്കൊടുക്കണമെങ്കിൽ അത്രമേൽ ഖുർആനുമായി ബന്ധപ്പെട്ടുന്ന ഒരു മനുഷ്യനാണ്. വാക്കുകൾ കൊണ്ട് മനോഹരമായി കാര്യങ്ങൾ സമഗ്രമായി മനസ്സിലാക്കിയിട്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മനോഹരമായി വിശദീകരിക്കാൻ കഴിയുന്ന ഒരു പ്രഭാഷകൻ കൂടിയായിരുന്നു അദ്ദേഹം. ഈ റസൂലിന്റെ കാലശേഷം അദ്ദേഹം പറഞ്ഞ 8 വാചകമുണ്ട്. ആ ചരിത്രം മുഴുവനും, റസൂലിന് ശേഷമുള്ള ചരിത്രത്തെ ഒറ്റ വാക്കുകൾ കൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മനോഹരമായ സംസാരമാണ് അദ്ദേഹത്തിൻ്റെത്. റസൂൽ ജീവിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു മുഖമായിരുന്നുവെന്ന്, നമുക്കെല്ലാവർക്കും ഒരേ മുഖമായിരുന്നു റസൂൽ ജീവിക്കുമ്പോൾ. റസൂൽ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ മുഖങ്ങളെല്ലാം പല ഭാഗത്തേക്ക് തിരിഞ്ഞു പോയിട്ടുണ്ട് എന്ന്. അവിടെ നടന്ന ജമലും സിഫീനും തുടങ്ങിയിട്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടായ ആഭ്യന്തര കലഹങ്ങളെല്ലാം കൂടി ഒറ്റ വാക്കിൽ അദ്ദേഹം പറഞ്ഞു വെച്ചു. അത്ര മനോഹരമായ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശേഷിയുള്ള വ്യക്തിയായതുകൊണ്ടാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ഒന്ന് തഖ്വയെക്കുറിച്ച് സംസാരിക്കാമോ എന്ന് ചോദിക്കുന്നത്. അദ്ദേഹം മറുപടി പറഞ്ഞു തഖ്വയെക്കുറിച്ച്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ആ ചോദ്യകർത്താവിനെ തന്നെ കൊണ്ട് തന്നെ ഉത്തരം പറയിക്കുന്ന മനോഹരമായ ഒരു ശൈലിയിൽ ഉമറിനോട് പറയണം അദ്ദേഹം, താങ്കൾ ഒരു മുള്ളുകൾ എന്ന് പല പ്രയോഗങ്ങളുണ്ട്. നേർത്ത മുള്ളുകളും കൂർത്ത കല്ലുകളുമുള്ള ഒരു മലമ്പാതയിലൂടെ താങ്കൾ കടന്നു പോകുന്നു എന്ന് കണക്കാക്കുക. താങ്കൾ ഒരു മലമ്പാതയിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നു. അവിടെ കൂർത്ത കല്ലുകളുണ്ട്, നേർത്തതായ മുള്ളുകളുമുണ്ട്. അങ്ങനെയുള്ള വഴിയിൽ താങ്കൾ കടന്നിരിക്കുന്നു എന്ന് വെക്കുക. അതെ, ഞാൻ ഇറങ്ങി എന്ന് കണക്കാക്കാം. ഞാൻ ആ വഴിയിലാണ് ഉള്ളത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു. എന്നാൽ ആ വഴിയിലൂടെ താങ്കൾ എങ്ങനെ കടന്നു പോകും? ഫമാ അമിൽത ഫിഹ, അവിടെ താങ്കൾ എങ്ങനെയാണ് കടന്നു പോവുക? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, എനിക്ക് മുന്നോട്ട് പോയേ തീരും. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടി ആ മുള്ളുകളിലും കല്ലുകളിലും ചവിട്ടാതെ വളരെ സമകരമായ നിലയിൽ ഞാൻ ആ മലമ്പാത കടന്നു പോകുമെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ മലമ്പാത കടന്നു പോകാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റത്തെ ജാഗ്രതയും പരിശ്രമവും പുലർത്തിക്കൊണ്ട് ഞാൻ ഒരു മുള്ളിലും ചവിട്ടാതെ ഒരു കല്ലിലും ചവിട്ടാതെ വളരെ സേഫായ സ്ഥലത്ത് മാത്രം കാല് വെച്ച് മുന്നോട്ട് നീങ്ങുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ അതാണ് തഖ്വ എന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു കൊടുത്തു. വളരെ ലളിതമായ വാക്കുകളിൽ തഖ്വയെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയാൻ കഴിയും. ഇതൊരു അദ്ദേഹത്തിന് ഒരു വിശദീകരണം മാത്രമാണ്. ഇവിടെ തീരുന്നതല്ല തഖ്വ എന്നുള്ളത്. എന്നാലും പറയാം, മനസ്സിലാക്കാവുന്ന വിധം എളുപ്പത്തിൽ പറഞ്ഞ വാക്ക്. 2 കാര്യങ്ങൾ അവിടെ ഉള്ളത്. 2 കാര്യങ്ങൾ നമ്മുടെ വഴിയിൽ, ജീവിതം എന്ന വഴിത്താരയിൽ വിതറപ്പെട്ടിരിക്കുന്ന കല്ലുകളും മുള്ളുകളുമാകുന്ന തിന്മകൾ, തെറ്റുകൾ, മോശങ്ങൾ, മ്ലേച്ഛവൃത്തികൾ. അപ്പൊ ഇതിലൊന്നും ചവിട്ടാതെ സുരക്ഷിതമായ നന്മ എന്ന സ്ഥലത്ത് തിന്മകളിലൊന്നും പെട്ടുപോകാതെ നമ്മൾ ജാഗ്രതയോടുകൂടി നന്മയിലായി മാത്രം മുന്നോട്ട് ഗമിക്കുന്ന ഗമനത്തിന്റെ പേരാണ് തഖ്വ എന്ന്. അതാ പറയാൻ ശ്രമിക്കുന്നത് ഇവിടെ. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നമുക്ക് വിശദീകരിക്കാൻ ശ്രമിച്ച കാര്യം ഇതാണ്.
ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ആ മുള്ളുകളാണ്, അഥവാ തിന്മകളിൽ നിന്നുള്ള ജാഗ്രതയാണ് തഖ്വ എന്ന പ്രധാനമായിട്ടും ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറുസൈഡ് രണ്ടാമത് നിൽക്കുന്നുള്ളൂ. റസൂൽ വചനങ്ങൾ നോക്കിയാലും ശഹാബത്തിന്റെ വചനങ്ങൾ നോക്കിയാലും അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് തഖ്വ എന്ന് പറയുമ്പോൾ അതിലൊരു എഡ്ജ്, ഒരു മുൻതൂക്കമുള്ളത് തിന്മയെ പ്രതിരോധിക്കുന്ന വിഷയത്തിലാണ്. തെറ്റുകൾ ചെയ്യാതിരിക്കുക, തെറ്റിൽ നിന്ന് അകന്നു നിൽക്കുക, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക, അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതിലാണ് തഖ്വയെ വ്യാഖ്യാനിക്കുന്നതിൽ. ശഹാബത്താകട്ടെ, അല്ലാഹുവിൻ റസൂലാകട്ടെ, റസൂൽ വലാ തഹാസദു വലാ തബാഗദു, നിങ്ങൾ പരസ്പരം ഹസദ് വെക്കാൻ പാടില്ല, നിങ്ങൾ വെറുപ്പ് വെക്കാൻ പാടില്ല, നിങ്ങൾ രഹസ്യങ്ങൾ അന്വേഷിക്കാൻ പാടില്ല, നിങ്ങൾ പരസ്പരം ശത്രുക്കളായി നടക്കാൻ പാടില്ല, തമ്മിൽ അടിക്കാൻ പാടില്ല. വകൂനു ഇബാദല്ലാഹി ഇഖ്വാന അത്തഖ്വ ഹൗന അത്തഖ്വ ഹൗന എന്ന്. തമ്മിലടിക്കല്ലേ, കലഹിക്കല്ലേ, പിണക്കങ്ങൾ വെക്കല്ലേ, ശത്രുത വെക്കല്ലേ, നിങ്ങൾ അസൂയ വെക്കല്ലേ എന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് എന്താ പറഞ്ഞത്? തഖ്വ നെഞ്ചിലാണ് ഇരിക്കുന്നതെന്ന്. ആ നെഞ്ചിന്റെ അകത്ത് ഇത്തരം വെറുപ്പുകൾ പാടില്ല, വിദ്വേഷങ്ങൾ പാടില്ല, ഹസദ് പാടില്ല, തിന്മകൾ ഒഴിവാക്കൂ, തഖ്വ ഹൃദയത്തിൽ ഇരിക്കട്ടെ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലും അവിടെ ഫോക്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് തിന്മകളെ പ്രതിരോധിക്കുക എന്നുള്ള രീതിയിലാണ്. പക്ഷെ അള്ളാഹുവിന്റെ രീതി നോക്കുന്നത് മാറിയാണ്, നേരെ ഉൾട്ടയാണ്. അള്ളാഹു നന്മകളിലൂടെയാണ് തഖ്വയെ സംസാരിക്കുന്നത്. തിന്മകളെ പ്രതിരോധിക്കൽ തഖ്വയുടെ ഒരു പാർട്ടായിരിക്കുമ്പോഴും വിശുദ്ധ ഖുർആന്റെ 1-ാം പാഠം സൂറത്തുൽ ബഖറ എങ്ങനെ അള്ളാഹു വിശദീകരിക്കുന്ന തഖ്വയെ കുറിച്ച്. 1-ാം പാഠം എന്ന് പറഞ്ഞാൽ ആദ്യ പാഠം സൂറത്തുൽ ഫാത്തിഹയാണ്. അത് പ്രാർത്ഥനയും ഖുർആന്റെ ആകെ മൊത്തമുള്ള ആമുഖവുമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചാപ്റ്റർ എന്നുള്ളത് വിഷയങ്ങളിലേക്ക് കടക്കുന്നത് ബഖറയാണ്. സൂറത്തുൽ ബഖറ പശു എന്ന് നാമകരണം ചെയ്ത അധ്യായം. അതിൽ ആദ്യമേ അള്ളാഹു പറയുന്നു അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അലിഫ് ലാം മീം അതിന് മുമ്പിൽ വെച്ചിട്ട് അല്ലാഹു പറയാണ്, സത്യമിട്ട് പറയുകയാണ്, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അർദ്ധശങ്കയ്ക്ക് പോലും ഇടവേണ്ട ഈ ഗ്രന്ഥം, ഇവിടെ തുടങ്ങുന്ന ഈ ഗ്രന്ഥം, ബഖറയിൽ തുടങ്ങി സൂറത്ത് നാസ് വരെ നീണ്ടു നിൽക്കുന്ന ഈ വിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, ഈ ഖുർആൻ എന്നുള്ളത് ലാ റൈബ ഫീഹി, ഇതിൽ സംശയം വേണ്ട, ഹുദൽ ലിൽ മുത്തഖീന, മുത്തഖിയാകാനുള്ള വഴി കാണിക്കുന്നു. മുത്തഖീങ്ങൾക്കുള്ള വഴിയല്ല, തഖ്വയിലേക്ക് ഒരു മനുഷ്യനെ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥമെന്ന് വിശുദ്ധ ഖുർആനെ കുറിച്ച് ഖുർആൻ തന്നെ സംസാരിക്കുന്നു. ആദ്യ ചർച്ച അതാണ്, ആദ്യമേ പറയുന്നു. അപ്പോൾ അവിടെ തന്നെ വ്യക്തമാണ്, ഒരു ഉത്തരമുണ്ട് നമുക്ക്. ഖുർആൻ മുഴുവനും A to Z പറയുന്ന കാര്യങ്ങൾ എന്താണ്? തഖ്വയാണ്. അത് മുഴുവൻ പറഞ്ഞ കാര്യവും തഖ്വയാണ്. അങ്ങനെ ഖുർആൻ പറഞ്ഞ മുഴുവൻ പ്രതിപാദ്യ വിഷയങ്ങളും തഖ്വയാണെങ്കിൽ ആ തഖ്വയെ ഒരു വാചകം കൊണ്ട് വിശദീകരിക്കൽ പ്രയാസം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും തഖ്വ എന്തെന്ന് മനസ്സിലാകാതെ പോയത്, അല്ലെങ്കിൽ മനസ്സിലാക്കി തരാൻ പലരും ശ്രമിക്കാതെ പോയത്. പക്ഷെ എന്നാൽ ആകെ സാരം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഖുർആൻ മൊത്തത്തിൽ സ്റ്റഡി ചെയ്യൂ, നിങ്ങൾക്ക് തഖ്വയെ കാണിക്കരുത്. അത് തഖ്വയിലേക്കുള്ള വഴികാട്ടിയാണ് വിശുദ്ധ ഖുർആൻ. എന്നിട്ട് തഖ്വ ആരാണ്, മുത്തഖി ആരാണെന്ന് അല്പം ഒന്ന് വിശദീകരിച്ചു ഖുർആൻ. തുടക്കത്തിലെ കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതിഹും യുഖിനൂൻ ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അത് തന്നെ മതിയാകുമെന്ന് തോന്നുന്നു മനുഷ്യർക്ക് ഉപദേശമായിട്ട്. അത്രമേൽ വ്യക്തവും സ്പഷ്ടവുമായി കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. പകുതിയിലിട്ടിട്ട് പോയില്ല. അല്ലാഹു പറയുന്നത് തുടക്കം മുതൽ മുത്തഖീങ്ങൾക്കുള്ള വഴി കാണിക്കുന്ന ഗ്രന്ഥമാണ് ഈ ഖുർആൻ. ആരാ മുത്തഖി എന്നറിയുമോ? ഗൈബ്, അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് അവർ. അദൃശ്യമായ കാര്യങ്ങൾ കൂടി വിശ്വസിക്കുന്നവർ. നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് എത്തിപ്പിടിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ അംഗീകരിക്കൂ. ഈ ശാസ്ത്രയുഗത്തിൽ യുക്തി കൊണ്ട് മാത്രമേ കാര്യങ്ങൾ അളന്ന് തീരുമാനിക്കൂ. ഭക്തിയില്ല നമുക്ക്. അദൃശ്യമായത് അംഗീകരിക്കില്ല. കണ്ണുകൊണ്ട് കാണാത്തതൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന പൊതുബോധം നിൽക്കുന്ന ഈ സമൂഹ മധ്യത്തിൽ നിൽക്കുന്ന മനുഷ്യരോട് ഖുർആൻ പറയുകയാണ്, നിങ്ങൾ കണ്ടത് മാത്രമാണ് അറിവെന്നും കണ്ടത് മാത്രമാണ് സത്യമെന്നും ചിന്തിക്കാൻ പോയാൽ അത് എവിടെ ചെന്ന് നിൽക്കും? നിങ്ങൾ കാണാത്തതാണ് കണ്ടതിനേക്കാൾ കൂടുതൽ. നിങ്ങൾ കണ്ടതിനേക്കാളും മറിഞ്ഞതിനേക്കാൾ കൂടുതൽ നിങ്ങൾ അറിയാത്തതും കാണാത്തതുമാണതുകൊണ്ട് നിങ്ങൾ കണ്ടത് മാത്രമാണ് സത്യമെന്നും നിങ്ങൾ അറിഞ്ഞത് മാത്രമാണ് യാഥാർത്ഥ്യമെന്നുമുള്ള ചിന്തയുണ്ടല്ലോ, അത് മനുഷ്യന്റെ ഇത്തിരി കുഞ്ഞം ബുദ്ധി കൊണ്ട് കാണിക്കുന്ന അഹന്തയാണ്. ആ അഹങ്കാരികൾക്ക് വഴി കാണിക്കില്ല എന്ന്. അവന് സന്മാർഗം കിട്ടില്ല, ഒരിക്കലും കിട്ടൂല. അങ്ങനെ ചിന്തിക്കാതെ ഞാൻ കാണാത്തതുമുണ്ട് ഇവിടെ, ഞാൻ കാണാത്തതും ചിലത് ഇവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയണം നമുക്ക്. അതിലൊന്നാമതായി ഞാൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, ഞാൻ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പിറകിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന ഒരു ചിന്തയുണ്ടല്ലോ, ആ വിശ്വാസമെങ്കിലും മിനിമം വേണ്ടേ. അതാണ് ഗൈബിയായ കാര്യങ്ങൾ, മറഞ്ഞ കാര്യങ്ങളെ കുറിച്ചുള്ള വിശ്വാസം. മറഞ്ഞുപോയ അള്ളാഹു നമ്മൾ കണ്ണിൽ കണ്ടിട്ടില്ല. റബ്ബുണ്ട്. ചിലതൊക്കെ അങ്ങനെയാണ്, കണ്ടുകൊണ്ട് കണ്ടിട്ടേ നമ്മൾ അംഗീകരിക്കുന്നു. പലതും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നമ്മളെപ്പോഴും പറയുന്ന അധ്യായമാണ്, ആയത്താണ്. ദാമ്പത്യവുമായി ബന്ധപ്പെട്ട് പ്രണയത്തെക്കുറിച്ച് ഖുർആൻ സംസാരിച്ചു. പ്രണയം അള്ളാഹുവിന് ദൃഷ്ടാന്തമാണ് എന്ന്. എന്താ അള്ളാഹുവിന് ദൃഷ്ടാന്തം എന്ന് പറയാൻ കാര്യം?
അത് അനുഭവിക്കാനേ കഴിയൂ. ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് തൊട്ടെടുക്കാൻ കഴിയൂ? രുചിച്ചറിയാൻ കഴിയുമോ? നിങ്ങൾക്ക് മണത്തറിയാൻ കഴിയുമോ? നിങ്ങൾക്ക് കണ്ണുകൊണ്ട് നോക്കി പിടിക്കാൻ കഴിയുമോ? ഇല്ല. എന്നാൽ പ്രണയമില്ല എന്നൊരു മനുഷ്യനും പറയില്ലല്ലോ. ഈ സ്നേഹവും പ്രണയവും ഒക്കെ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്, അനുഭവിക്കാനേ കഴിയുള്ളൂ. അതുപോലെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതെല്ലാം വിശ്വസിക്കാം, ഇല്ലാത്തതൊന്നും വിശ്വസിക്കില്ല എന്ന ചിന്ത അബദ്ധമാണ് എന്ന ഖുർആൻ ആദ്യമേ പറയുന്നത്. ഓരോടത്തും പറയുന്നു. അത് ആയാത്തുകൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാ. അപ്പൊ അള്ളാഹു ഉണ്ട് എന്ന്, അള്ളാഹുവിന്റെ പരലോകമുണ്ട് എന്ന്, അങ്ങനെ ഓരോ വിഷയങ്ങളും, അദൃശ്യമായ ഒട്ടനവധി വിഷയങ്ങളിൽ വിശ്വസിക്കാൻ കഴിയണം. അതാണ് ഒന്നാമത്തെ തഖ്വ. അതാ മുത്തഖി. തഖ്വയുടെ ഭാഗം ഒന്നാമത് ഈമാന. രണ്ടാമത് എന്താ പറഞ്ഞറിയുമോ? രണ്ട് കാര്യങ്ങൾ പിന്നെ ചേർത്ത് പറഞ്ഞു. നമസ്കാരം ആചാരമാണ്, അനുഷ്ഠാനമാണ്. 5 നേരം കൃത്യമായി നമസ്കാരം നിലനിർത്തുന്നവർ. അതാ ഖുർആൻ രണ്ടാമത് തഖ്വയെ കുറിച്ച് പറയാ. ആരാ മുത്തഖി എന്നറിയാമോ? ഒന്ന് ഈമാനുള്ളവരാ, അദൃശ്യമായ റബ്ബടക്കമുള്ള വിഷയങ്ങൾ അചഞ്ചലമായ വിശ്വാസം പുലർത്തുന്നവർ. രണ്ടാമതോ നമസ്കാരം നിലനിർത്തുന്നവർ. ഒന്നാമത് വിശ്വാസം പറഞ്ഞു. നമ്മളെ കണക്കാക്കി വിശ്വാസം മാത്രമാണ് തഖ്വ എന്ന്. ഹൃദയത്തിൽ മാത്രം ഇരിക്കുന്ന സംഗതിയല്ല തഖ്വ, അത് കർമ്മപദത്തിലേക്ക് വരണം. ആ തഖ്വ രണ്ടാമത് കാണാൻ കഴിയുന്നത് മനുഷ്യന്റെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളിലാണ്. അത് നമസ്കാരമാണ്. അവന്റെ ചിന്തകളിൽ അല്ലാഹു ദിക്ർ കൊണ്ടുവരുന്നു, അവന്റെ നാവിൽ അല്ലാഹു ദിക്ർ കൊണ്ടുവരുന്നു, അവന്റെ ബോഡി ലാംഗ്വേജിൽ അല്ലാഹു ദിക്ർ വരുന്നു. അങ്ങനെ മനുഷ്യന്റെ ശരീരം ഒന്നടങ്കം, മനസ്സടക്കം അല്ലാഹുവിന്റെ ദിക്റിലേക്ക് മാറി നിൽക്കുന്ന നമസ്കാരം അത് കൃത്യമായി പാലിക്കുന്നവർ. അത് മുത്തഖിയുടെ ലക്ഷണമാണ്. അതാ തഖ്വയുടെ ഭാഗം. രണ്ടാമത് കർമ്മം പറഞ്ഞത്. അവിടെ എന്തിരുന്നു? അപ്പം നമസ്കാരം അടക്കമുള്ള അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങളും വിശ്വാസവും പുലർത്തിയാൽ അയാൾ മുത്തഖിയായി തീരുമോ? അവിടെ അവസാനിക്കോ? അവിടെയും അവസാനിക്കില്ല. അള്ളാഹു നൽകിയതിൽ നിന്ന് ചിലവഴിക്കണം. പടച്ചവൻ തന്നത് അള്ളാഹു ബോധപൂർവം തന്നെ പറഞ്ഞ വാക്ക. നിങ്ങളുടെ സമ്പത്ത് ചിലവാക്കണം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ ചിലവാക്കണം, അതിന് സാധുക്കൾക്ക് കൊടുക്കണം, എല്ലാം കൂടെ ഒറ്റയ്ക്ക് വെട്ടി വിഴുങ്ങല്ലേ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ബോധപൂർവം തന്നെ റബ്ബ് പറഞ്ഞു, നാം തന്നതിൽ നിന്ന് നീ ഒന്നും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. എന്തിവിടെ കൊണ്ടുവന്നത്? ഒരു മനുഷ്യനും ഇവിടെ ഒന്നും കൊണ്ടുവന്നില്ല. പടച്ചവൻ നിന്നെ നിയോഗിക്കുമ്പോൾ തന്നെ നീ ഇവിടെ വെറും കൈകളുമായി വന്നവനാണ്. വെറും കൈകളും ചുരുട്ടിപ്പിടിച്ച് വന്ന നീ എന്താ ഇവിടെ കൊണ്ടുവന്ന? ഒന്നും കൊണ്ടുവന്നില്ല. ഉടുത്തുണി പോലും ഇല്ലാതെ, ഒരു നൂൽ ബന്ധം പോലും ഇല്ലാതെ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ മനുഷ്യ, നീ എന്താ കൊണ്ടുവന്നത്? ഒന്നും കൊണ്ടുവന്നില്ല. ഞാൻ നിനക്ക് തന്നു. അതിന് ചില കാര്യകാരണങ്ങളൊക്കെ ഉണ്ടാകാം. ഞാൻ തന്നതേ നിന്റെ കയ്യിലുള്ളൂ, അതിൽ നിന്ന് കുറച്ചു കൊടുക്കാൻ. അതാ അല്ലാഹു ആവശ്യപ്പെടുന്നത്. നാം തന്നതിൽ നിന്ന് ചിലവഴിക്കണം. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതിഹും യുഖിനൂൻ. പിന്നെ ആ ഈമാൻ ഒന്നുകൂടി വിശദീകരിച്ചു. ആദ്യം പറഞ്ഞ കാര്യത്തെ ഒന്നുകൂടി വിശദീകരിച്ച് ഖുർആൻ ഇവിടെ സംസാരിച്ചു. അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ, പൂർവ്വകാല വേദങ്ങൾ, ഈ വിഷയങ്ങൾ അചഞ്ചലമായ ഒരു വിശ്വാസം നിങ്ങൾ പുലർത്തണം. എല്ലാം റബ്ബിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ്. വബിൽ ആഖിറതിഹും യുഖിനൂൻ, പരലോകത്തിന്റെ വിഷയത്തിൽ അടിയുറച്ചൊരു വിശ്വാസവും നിങ്ങൾ പുലർത്തണം. എങ്കിൽ നിങ്ങൾ മുത്തഖിയാണ്. ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം, അവരാണ് യഥാർത്ഥ സന്മാർഗ്ഗികൾ എന്ന് വിശുദ്ധ ഖുർആൻ. ഇത് ഖുർആൻ ഇവിടെ സംസാരിക്കുന്ന നോക്കൂ നിങ്ങൾ. ഇവിടെ മുത്തഖികളെ പരിചയപ്പെടുത്താൻ വേണ്ടി റബ്ബ് സംസാരിച്ച ഭാഷ, ഇവിടെ തിന്മകളെ തടയുക എന്നതോ തെറ്റുകളെ പ്രതിരോധിക്കുക എന്നതോ സംസാരിച്ചിട്ടേ ഇല്ല. ഇവിടെ പറഞ്ഞതെല്ലാം ഒരേ റൂട്ടിലാണ്. ഒന്ന് ഈമാനാണ്, രണ്ടാമത് സംസാരിക്കുന്നത് നമസ്കാരമാണ്, മൂന്നാമത് പറയുന്നത് സാമ്പത്തിക വിഷയമാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിലും തഖ്വ വന്നേ പറ്റുമെന്ന അതാണ് തഖ്വ എന്ന് പറയുന്നത്. അവിടെ മുത്തഖി എന്ന് പറയുന്നത്. തഖ്വ എവിടെയൊക്കെ നിൽക്കുന്നു? നമ്മുടെ വിശ്വാസത്തിൽ മാത്രമല്ല, ആരാധനകളിൽ മാത്രമല്ല, സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിൽ കൂടി കടന്നിരിക്കുന്നു തഖ്വ എന്ന്. അവിടെയും തീരൂല. ഇതേ സൂറത്തുൽ ബഖറയിൽ തന്നെ ലൈസൽ ബിർറാൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ് വലാകിനൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി. ഈ വിശുദ്ധ ഖുർആൻ ഇത് വിശദീകരിച്ചു പോകുന്നു. വൽ മലായികത്തി വൽ കിതാബി വൻ നബിയീൻ വആതൽ മാല അലാ ഹബ്ബിഹി ദബിൽ ഖുർബ വൽ ബൈതാമ വൽ മസാകിൻ. ഇത് താഴോട്ട് പറയുന്നുണ്ട്. ഉലൈക അല്ലദീന സദഖു വഉലൈക ഹുമുൽ മുത്തഖൂൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഭാഗത്ത് യഥാർത്ഥ മുത്തഖീങ്ങളെ കുറിച്ച് ഒന്നുകൂടി വിശദീകരിച്ചു. ഈ ആയത്തിന്റെ പശ്ചാത്തലം പോലെ തന്നെ ഇതിനോട് ചേർത്ത് വെച്ച് അല്ലാഹു ആദ്യം വിശദീകരിക്കണം. എന്താ ഈമാൻ? ഗൈബിയായ കാര്യങ്ങൾ വിശ്വസിക്കണമല്ലോ. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുന്നതാണ് പുണ്യം നിങ്ങൾ കണക്കാക്കല്ലേ. അത് ആദ്യത്തെ വാക്ക്. ലൈസൽ ബിർറാൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്. കിഴക്കും പടിഞ്ഞാറും തിരിഞ്ഞു നോക്കുന്നതിന്റെ പേരല്ല നന്മ. ഏതെങ്കിലും ദിശ പിടിച്ചിട്ട് അവരങ്ങോട്ട് നിൽക്കുന്നു, ഇവരിങ്ങോട്ട് നിൽക്കുന്നു, അവർ പടിഞ്ഞാറ് തിരിഞ്ഞു നിൽക്കുന്നു, അവിടെയാണ് നന്മ ഇരിക്കുന്നത് എന്നത് വെറും സങ്കല്പമാണ്. അത് പ്രതീകാത്മകമായി നമുക്കൊരു കേന്ദ്രം വേണമല്ലോ, അതുകൊണ്ട് തിരിഞ്ഞു നിൽക്കുന്നു എന്ന് മാത്രം. അതിലല്ല നന്മ ഇരിക്കുന്നത്. നന്മ എന്തെന്നറിയുമോ? അത് അല്ലാഹുവിൽ വിശ്വസിക്കലാണ്. ആ വിശ്വാസം, ഗൈബിയായ വിശ്വാസത്തെ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തൂടെ, അല്പം കൂടി വിശദീകരിച്ചു പറഞ്ഞു. അല്ലാഹുവിൽ മാത്രമല്ല, അല്ലാഹുവിന്റെ മലക്കുകൾ വിശ്വസിക്കലാണ്. വൽ കിതാബി, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ വിശ്വസിക്കലാണ്. വൻ നബിയീൻ,
അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കലാണ് എന്ന് ഖുർആൻ. വൈബിയായ കാര്യങ്ങൾ, നമുക്ക് അദൃശ്യമായ കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കൽ കൂടി വിശദീകരിച്ച് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വിശദീകരിക്കുക, ഇതെല്ലാം വിശ്വസിക്കുക എന്നുള്ളതാണ് തഖ്വയുടെ ഒരു പാർട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വാതൽ മാൽ അലാ ഹുബ്ബിഹി, പിന്നെയും കൂടെ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? സമ്പത്ത് ചിലവഴിക്കാൻ. അത് ഹുബ്ബിഹി, നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുമ്പോഴും നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴും. എനിക്ക് ആവശ്യമുള്ള പൈസയാണ്, ഞാൻ പ്രിയപ്പെടുന്ന സമ്പത്തിയാണ്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്താണ്, ആയിക്കോട്ടെ, അതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കണം. അല്പം കൂടി വിശദീകരിച്ച് ആർക്കൊക്കെ കൊടുക്കണം? കുടുംബക്കാർക്ക് കൊടുക്കണം, അനാഥ മക്കൾക്ക് കൊടുക്കണം, അഗതികൾക്ക് കൊടുക്കണം, യാത്രക്കാർക്ക് കൊടുക്കണം, അടിമമോചനം എഴുതപ്പെട്ടവന് കൊടുക്കണം, കടക്കാരന് കൊടുക്കണം. അങ്ങനെ അക്കമിട്ട് കുറച്ച് ആൾക്കാരെ പറയണം, ഇവർക്കൊക്കെ കൊടുക്കണം. മനുഷ്യരെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കാനാണ്. ഇത് സക്കാത്തല്ലേ പറഞ്ഞത്? ഇത് സക്കാത്തിനെ കുറിച്ചല്ലേ പറയുന്നത്? നിങ്ങൾ ഏത് സാഹചര്യത്തിലും കൊടുക്കേണ്ട ധനത്തെ കുറിച്ചാണ്. ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലേ. കഷ്ടതയിലും കൊടുക്കണം. ഇത് ഈ പറയപ്പെട്ടവരൊക്കെ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ അവരൊക്കെ അർഹിക്കുന്നു നമ്മുടെ സമ്പാദ്യം, ഒരു വിഹിതം അവർക്ക് കൊടുക്കാം. അതാ ഖുർആൻ സംസാരിക്കുന്നത്. ഇത് ആരാ? മുത്തക്കിയെ കുറിച്ചാണ് പറയുന്നത്. ഇതൊക്കെ ആരാണ്? മുത്തക്കി. തഖ്വ എന്ന് പറയുന്ന സംഗതിയെ കുറിച്ച് വിശദീകരിക്കുകയാണ്. ഇത് ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെയോ പിന്നെ ഖുർആൻ പറയുന്നത് അടുത്ത ഘട്ടത്തിലേക്ക്, വ്യവഹാരങ്ങളിലേക്ക് പോവുകയാണ്. സാമൂഹിക രംഗത്തും തഖ്വ ഉണ്ടാകണമെന്ന്. തഖ്വ എന്ന് പറയുമ്പോൾ പള്ളിക്കകത്ത് നമസ്കാരത്തിൽ അവസാനിക്കുന്നത് കണക്കാക്കിയത് തെറ്റായ ധാരണയാണ്. ആരാ തഖ്വ ഉള്ളവർ? പറയുന്ന വാക്ക് പാലിക്കുന്നവരാണ്. പറയുന്ന വാക്ക് പാലിക്കണം. സാമൂഹിക രംഗത്ത്, വ്യക്തി കുടുംബ ജീവിതത്തിൽ, കൂട്ടുകാർക്കൊപ്പം ജീവിക്കുമ്പോൾ, സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പരസ്പരം പറയുന്ന വാക്കുകൾക്ക് വില വെക്കുന്നവൻ, ഒരു കരാറ് പാലിക്കുന്നവൻ, വാക്കുകൾ പാലിക്കുന്ന മനുഷ്യർ, അവരാണ് മുത്തക്കിങ്ങൾ. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ, കഷ്ടതയും നഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അസഹിഷ്ണുതക്കാകാതെ സഹിഷ്ണുത പാലിക്കുന്നവർ, ക്ഷമിക്കുന്നവർ. പടച്ചവന്റെ തീരുമാനം നമുക്ക് അനുകൂലമല്ല. പലപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ജീവിതം വെട്ടിപ്പിടിക്കാൻ വേണ്ടി ഒരുപാട് പ്ലാനും പദ്ധതിയുമായി ഇറങ്ങി വരും, ഒരുപാട് ശ്രമങ്ങൾ നടത്തും. പക്ഷെ എല്ലായിടത്തും തോറ്റമ്പി പോകും നമ്മൾ. ആ തോൽവികൾ പടച്ചവന്റെ തീരുമാനമാണ്, ഇത് പടച്ചവന്റെ പരീക്ഷണമാണ്, ഈ ദുഃഖം അല്ലാഹുവിന്റെ തീരുമാനമാണ് എന്ന് മനസ്സിലാക്കി ക്ഷമിക്കാൻ കഴിയണം. അക്ഷമനായി ആപത്തിന്റെ ആഹം കൂട്ടുന്ന വിധത്തിൽ നമ്മൾ എടുത്തു ചാടാൻ പാടില്ല. അക്ഷമയും അസഹിഷ്ണുതയും പടച്ചവന്റെ തീരുമാനത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് മുത്തക്കിയുടെ ലക്ഷണമല്ല. വഹീനൽ ബാസ്, യുദ്ധരംഗത്തും ഒരു അനിവാര്യമായ യുദ്ധരംഗത്തേക്ക് എടുത്തെറിയപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായി ഒറ്റുകൊടുക്കുന്ന നയവഞ്ചകനായി പിന്തിരിഞ്ഞോടാൻ പാടില്ല ആൾക്കൂട്ടത്തിൽ നിന്ന്. മരണം വരെയും വീരമൃത്യു വരിക്കും വരെയും നെഞ്ചു വിരിച്ച് മുന്നോട്ട് പോകാനുള്ള ധൈര്യം കാണിക്കണം, ക്ഷമ കാണിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. ഇവരാണ് ഉലൈകല്ലദീന സദഖു വഉലൈക ഹുമുൽ മുത്തഖൂൻ. ഇവരാണ് സത്യവാന്മാർ, ഇവരാണ് നിലപാടുള്ളവർ, ഇവരാണ് മുത്തഖീങ്ങൾ എന്ന് വിശുദ്ധ ഖുർആൻ മുത്തഖീങ്ങളെ കുറിച്ച് പറഞ്ഞ കാര്യമാണ്. ഈ രണ്ടിടത്ത് നോക്കൂ, സമാനമായ കാര്യങ്ങൾ ചേർത്ത് വെച്ചിട്ട് ചില കാര്യങ്ങൾ കൂടി എഴുതി ചേർക്കാൻ, അല്പം കൂടി കാര്യങ്ങൾ. അവിടെ ഈമാനം മാത്രമാണ് പറഞ്ഞത്. ഈമാനും കർമ്മവും സാമ്പത്തികവും നിന്നെങ്കിൽ അതിനപ്പുറത്തേക്ക് വ്യവഹാര രംഗത്തേക്കും സാമൂഹ്യ രംഗത്തേക്കും കൂടി പറിച്ചു നട്ടു വിശുദ്ധ ഖുർആൻ തഖ്വയെ. വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും കൂടി വിശാലമായി നിൽക്കുന്നു തഖ്വ എന്ന് പറയുന്ന വാക്കുകൾക്ക് എവിടെയും തീർന്നില്ല. സൂറത്ത് ആലി ഇമ്രാനിൽ മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ് ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ഖുർആൻ സംസാരിക്കുന്നു. ശേഷം അല്ലാഹു മുത്തഖീങ്ങളെ വിശദീകരിക്കുകയാണ്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറായി വൽകാലിമീനൽ ഗൈല വൽആഫീന അനിന്നാസ്. അവിടെ മുത്തഖീങ്ങളെ വിശദീകരിച്ച് ഖുർആൻ സംസാരിക്കും. അവിടെ ആദ്യം പറഞ്ഞതെന്ന് അറിയുമോ? അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറായി എന്ന്. ക്ഷാമത്തിലും ക്ഷേമത്തിലും ചിലവാക്കുന്നവർ അവർ. ക്ഷാമ കാലഘട്ടത്തിൽ എൻ്റെ ആവശ്യം പോലും ഉണ്ടല്ലോ, പിന്നെ കൊടുത്താൽ എന്താ? കഷ്ടതയിലാണെങ്കിലും ക്ഷാമമാണെങ്കിലും ക്ഷേമ കാലഘട്ടത്തിൽ വളരെ മെച്ചപ്പെട്ട ജീവിതം നയിക്കുകയാണ്. ആ കാലഘട്ടത്തിലാണെങ്കിലും ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എനിക്ക് വളരെ ഞെരുക്കമാണ്, വളരെ പ്രയാസപ്പെട്ട ഉന്തിത്തള്ളി എൻ്റെ ജീവിതം തന്നെ പോകുന്നത്. ഇപ്പൊ ധർമ്മത്തിന് പ്രസക്തിയില്ല, അവനവന്റെ കാര്യം നോക്കട്ടെ എന്ന് ചിന്തിക്കലല്ല. നമ്മൾ ഞെരുക്കത്തിൽ കഴിയുമ്പോഴും നമുക്ക് കൊടുക്കാൻ കഴിയണം. ഞെരുക്കമാണ്, നമുക്ക് ഞെരുക്കമാണ്, ഇറുക്കമാണ്, ആയിക്കോട്ടെ, അപ്പോഴും ചിലവാക്കണം, അപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കണം. എല്ലാവരെയും ഞെരുക്കങ്ങളൊക്കെ മാറിയിട്ട് ധർമ്മം ചെയ്യാൻ വേണ്ടിയിരുന്നാല് കബർ കൊണ്ട് വെക്കലേ നടക്കൂ. വലം യംലഹു ഇല്ല തുറാബ്. മണ്ണിക്കൊണ്ട് വെക്കുന്ന നാൾ വരെയും ധർമ്മം ചെയ്യാൻ കഴിയില്ല, മനുഷ്യരെ സ്വതക്ക ചെയ്യാൻ കഴിയില്ല. അപ്പൊ ക്ഷാമത്തിലാണെങ്കിലും നിങ്ങൾ കൊടുക്കണം, ക്ഷേമത്തിലാണെങ്കിലും നിങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. അതാ മുത്തഖീങ്ങൾ, അതാ ഖുർആൻ സംസാരിക്കുന്നത്. യുൻഫിഖൂന ഫിസ്സറായി വല്ലറായി വൽകാദിമീനൽ ഗൈല. കോപത്തെ അടക്കുന്നവരാണ്. കോപത്തെ അടക്ക, ദേഷ്യം വരും, സ്വാഭാവിക. മനുഷ്യന് ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർ പ്രവർത്തിക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ പ്രകോപനപരമായ സാഹചര്യങ്ങൾ കൈവിട്ടു പോകാൻ പാടില്ല. ആത്മനിയന്ത്രണം വേണം, സംയമനം പാലിക്കാൻ കഴിയണം. ഇങ്ങോട്ട് പറഞ്ഞതിന് അങ്ങോട്ട് തിരിച്ചു പറയുക, കൈ ഓങ്ങിയാൽ കൈ അടിച്ചു പിടിക്കുക, ഇങ്ങോട്ട് അടിച്ചാൽ വെട്ടിയെടുക്കുക. ഇതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയണം മനുഷ്യന്.
പിന്നെ അതാ പറഞ്ഞതും ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ കഴിയണം. ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ കഴിയണം. മനുഷ്യനല്ലേ, സ്വാഭാവികമായ വീഴ്ചകൾ സംഭവിച്ചേക്കാം. കാലങ്ങൾ കഴിഞ്ഞ വിഷയങ്ങളായിരിക്കാം, പഴയ പ്രശ്നങ്ങളുമായിരിക്കാം. അതും ഇന്ന് നെഞ്ചിൽ പേർ നടക്കാതെ അതൊക്കെ മാപ്പാക്കാനുള്ള വിശാലത ഉണ്ടാകണം. അപ്പോഴാണ് നിങ്ങൾ മുത്തക്കിയാവുക. മുത്തക്കിയാകുക. തക്കുവയെ കുറിച്ച് ഖുർആൻ സംസാരിക്കുന്നത്. ആരാ തക്കുവ, ആരാ മുത്തക്കി എന്ന് പറയുമ്പോൾ ഇങ്ങനെ തുടങ്ങി വരെയാണ് ഓരോ കാര്യങ്ങളായിട്ട്. കോപത്തെ നിയന്ത്രിക്കാൻ കഴിയണം, സംയമനം പാലിക്കാൻ കഴിയണം, മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കാൻ കഴിയണം. എന്നിട്ട് ഖുർആൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ അള്ളാഹു ഇന്ന് ഇത്തരം മുഹ്സിനീങ്ങളെ, ഇത്തരം മുത്തക്കീങ്ങളെ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് വിശുദ്ധ ഖുർആൻ അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇവിടെ ഇത്രയും കാര്യങ്ങൾ, ഈ പറയപ്പെട്ട എല്ലാം ഒന്നൊന്നിനോട് ചേർത്ത് വെച്ചതുപോലെ മനോഹരമായി തഖ്വ എന്തെന്ന് വിശദീകരിച്ച വചനങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ഒരു ഉദാഹരണം മാത്രമാണ്, ഉദാഹരണങ്ങൾ മാത്രം. ഇതെല്ലാം നോക്കൂ, എല്ലാം ഒരേ ഭാഗത്തേക്കാണ് പോകുന്നത്. നന്മ പ്രവർത്തിക്കുന്ന വിഷയം പറഞ്ഞിട്ടുള്ളൂ, തിന്മയെ ചെറുക്കുന്ന വിഷയം പറഞ്ഞിട്ടേ ഇല്ല അള്ളാഹു. തഖ്വയുടെ ഏറ്റവും മുനമ്പ് ഭാഗം, ഒരു എഡ്ജ് കൂടുതലുള്ളത് തിന്മയെ പ്രതിരോധിക്കലാണ് എന്നതാണ്. അതുകൊണ്ട് സൂക്ഷ്മത എന്ന വാക്കൊക്കെ നമ്മൾ പറയാറ്. തഖ്വ എന്ന വാക്കിന് ഒറ്റ വാക്കിൽ അർത്ഥം പറയുമ്പോൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ, സൂക്ഷ്മത പുലർത്തണേ എന്നൊക്കെ പറയാറുണ്ട്. ഈ സൂക്ഷ്മത എന്ന വാക്ക് ഉപയോഗിക്കുന്നതിന് തഖ്വ എന്ന വാക്കിന് സാമാന്യമായിട്ട് വാക്ക് കൊടുക്കാറുണ്ടെങ്കിലും ഈ പറഞ്ഞ അള്ളാഹു പഠിപ്പിക്കുന്ന തഖ്വ എന്ന വാക്കിന് നേരെ കൊടുക്കാൻ പറ്റിയൊരു അർത്ഥമേ അല്ലത്. അതൊരു ഭാഗം മാത്രമേ കേന്ദ്രീകരിക്കുള്ളൂ, മറുഭാഗം വേറെയാണ്. രണ്ട് വിഷയങ്ങൾ അവിടെ ഉള്ളത്. രണ്ട് വിഷയങ്ങൾ: ഒന്ന് തിന്മയെ പ്രതിരോധിക്കുക, രണ്ട് നന്മയെ സ്ഥാപിക്കുക. അള്ളാഹു നന്മ സ്ഥാപിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടേയിരുന്നു. റസൂലും സഹാബത്തും ഒക്കെ പ്രധാനമായും തിന്മയെ പ്രതിരോധിക്കുന്ന രൂപത്തിൽ തഖ്വയെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. ഈ രണ്ടും കൂടി ചേരണം. ഇവിടെ അള്ളാഹു പറഞ്ഞതിന്റെ കാര്യം, ഏറ്റവും ഫലപ്രദമായ കാര്യം റബ്ബ് പറഞ്ഞത് എന്ന് വെച്ചാൽ നന്മ ചെയ്താൽ മതി. നന്മ ചെയ്താൽ പിന്നെ അവിടെ തിന്മയ്ക്ക് സ്പേസ് ഇല്ല. നന്മ ചെയ്യുന്ന ഒരു സ്പേസ്, ഒരു സ്ഥലം, ഒരു രംഗമുണ്ട് എങ്കിൽ ആ രംഗത്തിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തേ തീരൂ. നന്മ ചെയ്താൽ പിന്നെ തിന്മയ്ക്ക് അവിടെ സ്പേസ് ഇല്ല, തിന്മ പുറന്തള്ളപ്പെടുകയാണ്. അതുകൊണ്ട് നന്മ കൊണ്ട് തിന്മയെ പ്രതിരോധിക്കുന്ന ഒരു രചനാത്മകമായ ഒരു മുന്നേറ്റമാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. വളരെ മനോഹരമായിട്ട് തിന്മയെ എങ്ങനെ ചെറുക്കാമെന്ന് അള്ളാഹു പഠിപ്പിക്കണം. എങ്ങനെ ചെറുക്കാം? നന്മ സ്ഥാപിക്കുക. ഓരോ മേഖലയിലും നന്മ സ്ഥാപിക്കുക. അള്ളാഹുള്ള വിശ്വാസം തുടങ്ങിയിട്ട് സാമൂഹ്യ രംഗത്ത് എന്നാൽ എത്രത്തോളം എന്ന് പറയുമ്പോൾ അള്ളാഹു റസൂൽ പറഞ്ഞല്ലോ, ഒരു ഒട്ടകം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഒട്ടകത്തെ കണ്ട് റസൂല്, ഒരു ഒട്ടകത്തിന്റെ കണ്ണീര് കണ്ട് റസൂല്, അതിന്റെ അവശത കണ്ട് റസൂൽ സങ്കടമായി പോയി. ഒരു ഒട്ടകം കരഞ്ഞ് സങ്കടം പറയാ, അതിന്റെ അവശതയും അതിന്റെ അവസ്ഥയും കണ്ട് റസൂൽ ഇതിന്റെ മാലിക്കാരൻ അന്വേഷിച്ചു. ആരാ ഇതിന്റെ ഉടമസ്ഥൻ? അതിന്റെ ഉടമസ്ഥൻ റസൂലിന്റെ മുമ്പിൽ വന്നപ്പോൾ അല്ലാഹു റസൂൽ പറഞ്ഞത് ഇത്തഖുല്ലാഹ ഫി ഹാദിൽ ബഹായിം എന്നാണ്. ഈ കന്നുകാലികളുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യണേന്ന്. ആ തഖ്വയുടെ മീനിങ് എന്താണ്? ഈ കന്നുകാലികളുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യണേ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? എത്രയോ മണിക്കൂർ പറയേണ്ട ഒരു കാര്യമാണ് ഒറ്റ വാക്കിൽ റസൂൽ പറഞ്ഞ തഖ്വ. നിങ്ങൾ അള്ളാഹു തഖ്വ ചെയ്യണം എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകിയ ഈ കന്നുകാലികൾ എന്ന ഈ അനുഗ്രഹങ്ങളുണ്ടല്ലോ, ഇത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ, ഇതിന് ഉപകാരമെടുക്കുമ്പോൾ, നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി, നിങ്ങളെ ചുമക്കാനും, നിങ്ങളുടെ ചരക്കുകൾ ചുമക്കാനും, നിങ്ങളുടെ കൃഷിയിടങ്ങൾ നനയ്ക്കാനും, നിങ്ങൾക്ക് വണ്ടിക്കാളകളെ പോലെ ഉപയോഗിക്കാനും, നിങ്ങൾക്ക് കൃഷിയിടത്തിൽ ചവിട്ടിമെതിക്കാനും ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ കന്നുകാലികൾ, അതിന്റെ മാംസം പോലെ നിങ്ങൾ ഭക്ഷണമാക്കാറുണ്ട്, അതിന്റെ ക്ഷീരം നിങ്ങൾ, പാല് നിങ്ങൾ ഭക്ഷണമാക്കാറുണ്ട്. അങ്ങനെ നിങ്ങൾ ഉപയോഗമെടുക്കുന്ന ഈ കന്നുകാലികൾ ഉപയോഗമെടുക്കുമ്പോൾ, അതിന്റെ ഉപകാരമെടുക്കുമ്പോൾ തീർച്ചയായിട്ടും രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഉപദ്രവിക്കാൻ പാടില്ല, അതിന് ഭക്ഷണം നിഷേധിക്കാൻ പാടില്ല, വെള്ളം നിഷേധിക്കാൻ പാടില്ല, വിശ്രമം നിഷേധിക്കാൻ പാടില്ല, അതിക്രൂരമായി അതിനെ പിടിപ്പിക്കാൻ പാടില്ല. മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് ആവശ്യമായ വെള്ളം കൊടുക്കണം, ആവശ്യമായ ഭക്ഷണം കൊടുക്കണം, ആവശ്യമായ വിശ്രമം കൊടുക്കണം. അതിനെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത ജോലി കൊടുക്കാതെ അതിനെ കൊണ്ട് താങ്ങാൻ കഴിയുന്ന മാത്രം ജോലി എടുപ്പിക്കണം. ഈ ഒറ്റ വാക്കിലുള്ള അർത്ഥമാണ് ഇതൊക്കെ. ഇല്ലെങ്കിൽ അക്രമമാണ് മനുഷ്യരെ അള്ളാഹുവിന് തഖ്വ ചെയ്യണമെന്ന്. തഖ്വ എന്ന ഒറ്റ വാക്കുകൊണ്ട് എത്ര നേരം പറയാനുള്ള കാര്യമാണ് റസൂല് ഒറ്റ വാക്കുകൊണ്ട് പറഞ്ഞത്. അതാ തഖ്വ. നമ്മൾ വീട്ടിൽ വളർത്തുന്ന കന്നുകാലിയോട് പോലും പുലർത്തുന്ന പെരുമാറ്റത്തിന്റെ നന്മയും തിന്മയും വേർതിരിച്ചിട്ട് തിന്മയെ പ്രതിരോധിച്ച് നന്മ സ്ഥാപിക്കുന്നിടത്താണ് ഒരാൾ മുത്തക്കിയാവുക. പടച്ചവന്റെ മുമ്പിൽ മാത്രം നിൽക്കുന്ന സംഗതിയല്ല തഖ്വ എന്നായി പറഞ്ഞു വരുന്നത്. അള്ളാഹുവിന്റെ വിഷയത്തിൽ മാത്രം പുലർത്തുന്ന ഒരു പ്രത്യേകമായ ബഹുമാനവും ഭക്തിയും വിശ്വാസവും മാത്രമാണ് തഖ്വ എന്ന് ധരിച്ചിട്ടുണ്ട് എങ്കിൽ, അങ്ങനെ ധരിച്ചത് കൊണ്ടാണല്ലോ പള്ളിക്കകത്ത് നല്ലവൻ പുറത്ത് തെമ്മാടിയായി മാറുന്നത്. പള്ളിക്കകത്ത് സത്യം പുലർത്തുന്നവൻ, നമസ്കാരം കൃത്യമായി നിലനിർത്തുന്നവൻ അങ്ങാടിയിൽ കള്ളക്കച്ചവടം നടത്തുന്നത്, കമ്മീഷൻ വാക്കുന്നത്, പലിശ വാക്കുന്നത്, അവൻ വിചാരങ്ങൾ ഏർപ്പെടുന്നത്, ഇത്തരം തിന്മകൾ ജീവിതത്തിന്റെ പാർട്ടായി കൊണ്ടു നടക്കുകയും എന്നാൽ അള്ളാഹുവിന്റെ വിഷയത്തിൽ വലിയ മുത്തക്കിയായി അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട് പല ആൾക്കാരും. അത് തഖ്വയല്ല മനുഷ്യരെ. നിങ്ങൾ മുത്തക്കിങ്ങളായിട്ടില്ല. തഖ്വയുടെ ഒരുപാട് സ്റ്റേജുകളുണ്ട്, ഓരോന്നായി കടന്നു വരേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം ഈമാൻ. അവിടെ മുതൽ ഇങ്ങോട്ട് പറയുന്ന അവസാനം നമ്മുടെ വീട്ടിനകത്തുള്ള കന്നുകാലികളോട് പോലും നമ്മൾ പുലർത്തേണ്ട
ഒരു പുൽക്കൊടിയോട് പോലും കടമയുണ്ട്, അവിടെയും തഖ്വ പുലർത്തണം എന്നതാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത്രമേൽ വിശാലമായി കിടക്കുന്ന ഒരു ആശയം അതാണ് തഖ്വ. ആ തഖ്വ സ്വയത്തമാക്കാൻ വേണ്ടിയാ നോമ്പ് പിടിക്കാൻ പറഞ്ഞത്. അതിന്റെ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ അതെങ്ങനെ സാധ്യമാകുമെന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ, ഈ 12-14 മണിക്കൂർ പട്ടിണി കിടന്നാൽ, ഭക്ഷണം ഒഴിവാക്കി ഒരു മാസം പ്രാക്ടീസ് ചെയ്താൽ ഈ പറയുന്ന വിശാലമായ അർത്ഥതലങ്ങളുള്ള ഈ ഒരു തഖ്വ ആർജിച്ചെടുക്കാൻ മനുഷ്യനെ കൊണ്ടാവുമെന്ന് മനുഷ്യൻ ആലോചിച്ചിട്ടുണ്ടോ? ഒരു വൃദ്ധാശ്രമമായി പോകില്ലേ? നമ്മൾ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോഴേ കുറെ കാര്യങ്ങൾ കിട്ടുള്ളൂ നമുക്ക്. ഇത്രയും വലിയ തഖ്വയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു മാസക്കാലം 2 നേരം ആഹാരം മാറ്റി വെച്ചാൽ മതിയാകുമോ? ആലോചിക്കണില്ലേ? അല്ലക്കും തത്തക്കൂൻ. റബ്ബ് ചുമ്മാ പറയൂല. കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ ചിന്തിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്ന് ഈ പറഞ്ഞ തഖ്വ എങ്ങനെയാണ് ഈ നോമ്പ് പിടിച്ചാൽ നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുക എന്നുള്ളത് പുറത്തുനിന്ന് അന്വേഷിക്കാതെ അവനവൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ തന്നെ പഠിക്കാൻ കഴിയുന്ന സംഗതിയാണ്. നമുക്ക് റമദാൻ മാസം നമുക്കുണ്ടാക്കിയ സമൂലമായൊരു മാറ്റമുണ്ട്. ഈ പള്ളിയുടെ ഈ നിറവ്, കാരണം ഞാൻ കയറുമ്പോൾ തന്നെ ആളുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇവരാരും ജുമാക്ക് വരാത്തിരുന്ന ആൾക്കാർ വന്ന എന്നല്ല, 5 മിനിറ്റ് നേരത്തെ വരാൻ ഓരോരുത്തരും ശ്രമിച്ചിട്ടുണ്ട്. കൃത്യം 12 മണിക്ക് എത്തിയവർ 11:55 എത്തിയിട്ടുണ്ട്. മിനിമം 12:40 എത്തിയവർ 35 എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ 5 മിനിറ്റ് മുന്നേ വരാൻ, 5 മിനിറ്റെങ്കിലും മുമ്പേ വരണമെന്നും കുറേ നേരം കാര്യങ്ങൾ പഠിക്കണമെന്നും ഖുർആൻ കുറച്ച് ഓതണമെന്നും ഒക്കെ നമ്മളെ ഇവിടെ തീരുമാനിക്കാൻ കാരണമെന്ന് ആരെങ്കിലും ബലാത്കാരമായിട്ട് ഇല്ലെങ്കിൽ നിന്നെ അടിക്കുമെന്നോ ഭീഷണിപ്പെടുത്തിയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ സ്വയം തീരുമാനിക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കൾക്ക് പോലും വലിയ റോളില്ല ഒരാളെ നിയന്ത്രിക്കുന്നത്. ആർക്കും ആരെയും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടമാണ്. ചെറിയ മക്കൾക്ക് പോലും അവരെ പോലും നിയന്ത്രിക്കാൻ പറ്റില്ല. സ്വന്തം തീരുമാനങ്ങളാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും സ്വയം തീരുമാനിച്ചിട്ട് നേരെ വന്നിരിക്കുന്ന ആൾക്കാരാണ്. നമസ്കാരം കൃത്യമായി നിർവഹിക്കാത്തവർ പോലും കൃത്യമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. റമദാന് മുമ്പ് ഫർള് നിസ്കരിക്കാൻ പോലും ഇല്ലാത്തവർ തറാവീഹിൽ പങ്കെടുക്കുന്നു. ഈ വിധത്തിലൊക്കെ ഒരു മാറ്റമുണ്ടല്ലോ. ഈ മാറ്റം എങ്ങനെ സംജാതമായി, എങ്ങനെ രൂപപ്പെട്ടു, എങ്ങനെ സാധ്യമായി? നമുക്കൊരു ഫിക്ർ വന്നില്ലേ? ഒരു ചിന്ത വരുന്നില്ലേ? അള്ളാഹുവിനെ കുറിച്ച് ഒരു ആലോചന വരുന്നില്ലേ? എന്തുകൊണ്ട് രൂപപ്പെടുന്നു? ഈ മാറ്റം എവിടെ നിന്ന് രൂപപ്പെടുന്നു ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ചിലർക്ക് ഇവർ തമാശക്കെങ്കിലും പറയാറുണ്ട്, പുതിയ കുറെ ആൾക്കാർ വന്നല്ലോ, പള്ളിയിൽ കഞ്ഞിയും കപ്പി ആയപ്പോഴത്തേക്ക് ആൾ വന്നല്ലോ എന്ന്. ഈ കഞ്ഞി റമദാന് ശേഷം ഈ സാധനം വെക്കുമെങ്കിൽ വീട്ടിൽ നിന്ന് ആരും ആഹാരം കഴിക്കൂല. റമദാൻ കഴിഞ്ഞിട്ട് ഈ സാധനം വീട്ടിൽ വെക്കുമെങ്കിൽ എന്നാ ഞാൻ കടയിൽ നിന്ന് കഴിക്കാന്ന് പറയും. അതുണ്ടാക്കി ഉമ്മ തന്നെ കുടിച്ച് തീർക്കേണ്ടി വരും. മക്കൾ കഴിക്കൂല, അവിടെ നിന്ന് പാപ്പായും കഴിക്കൂല. അപ്പം പ്രിയപ്പെട്ടൊരു ഭക്ഷണമല്ല അത്. മനുഷ്യൻ അത്രയും പ്രിയപ്പെടുന്ന സാധനമല്ല. റമദാന് മുമ്പ് വരെയും കഴിച്ചുകൊണ്ടിരുന്നത് ഇവിടുത്തെ ഏറ്റവും കൂടിയ മന്തികൾ ഏത് മന്തി കിട്ടും? ഖലീഫമാരുടെ മന്തിയുണ്ട്, അത് കണക്ക് തന്നെ ഒരു കടകളുടെ പേര് ഖലീഫ മന്തിയുണ്ട്. പിന്നെ അത് ഞാൻ ഏതാ കണ്ടല്ലോ, ഇത് കണക്ക് നമ്മളെ എല്ലാം ഉമർ ഫാറൂഖിൻ്റെ പേരിൽ മന്തിയുണ്ട്, എല്ലാവരുടെ പേരിലും മന്തികളുണ്ട്. മന്തിക്കടകൾ തഖ്വ എന്ന് പറഞ്ഞിട്ട് മന്തിയുണ്ട്. എല്ലാം ഇത് എവിടെ പോയി കഴിക്കണമെന്ന് ആലോചിച്ച് മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ ആകർഷിക്കാൻ കഞ്ഞിയും കപ്പയും വെച്ച് ക്ഷണിച്ചാൽ വരുമെന്ന് ആരാ പറഞ്ഞത്? അതൊക്കെ തോന്നല. അങ്ങനെയല്ല മനുഷ്യരെ ഈ കൂട്ടത്തിൽ നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ മഗ്‌രിബിന് ബാങ്ക് വിളിക്കുമ്പോൾ നോമ്പ് മുറിക്കുന്നിടത്ത് നിൽക്കാൻ, ഒരു ഈന്തപ്പഴ കഴിക്കാൻ, ഇതിന് ഭാഗമാകാൻ ഒരു മനുഷ്യൻ സ്വമേധയെ ആഗ്രഹിച്ച് സ്വയം തീരുമാനിച്ച് വന്ന് നിൽക്കുകയാണ്. എന്താ അതിന്റെ കാര്യം? അത് നമ്മൾ പോലും അറിയാതെ നമ്മൾ കിടന്ന പട്ടിണി മനുഷ്യനെ പരുവപ്പെടുത്തുകയാണ്, നമ്മളെ പാകപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യനെ ഏറ്റവും വലിയ തിരിച്ചറിവിലേക്ക് കൊണ്ടുവരുന്ന സംഗതി എന്താണെന്നോ? വിശപ്പ് തന്നെയാണ്. വിശപ്പും ദാഹവും മനുഷ്യനുണ്ടായി കഴിയുമ്പോൾ, കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല, കണ്ണില്ലാത്തപ്പോഴേ കണ്ണിന്റെ വില അറിയൂ എന്ന് പറയും പോലെ മനുഷ്യൻ എൻ്റെ പിറകിൽ, എൻ്റെ ഭക്ഷണത്തിന്റെ പിറകിൽ, എൻ്റെ ദാഹത്തിന്റെ പിറകിൽ, ഇത് പരിഹരിച്ചതിന്റെ പിറകിൽ ഒരു നാഥൻ ഉണ്ടായിരുന്നു എന്ന്, ഒരു അന്നദാതാവ് ഉണ്ടായിരുന്നു എന്ന് മനുഷ്യന് വീണ്ടും വിചാരമുണ്ടാക്കാൻ ഈ പട്ടിണി ധാരാളമാണ്. അത് മനുഷ്യനുണ്ടാകും. അത് പ്രത്യേകിച്ച് പഠിക്കേണ്ട പാഠവുമല്ല. സ്വാഭാവികമായി മനുഷ്യന്റെ ഉള്ളിൽ റസൂൽ പറഞ്ഞല്ലോ, ഒരു നേരം ആഹാരം കഴിച്ചാൽ അടുത്ത നേരം പട്ടിണി കിടക്കാനും, പട്ടിണി കിടന്ന് വിശന്നിരിക്കുമ്പോൾ എൻ്റെ റബ്ബിനെ ഓർക്കാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന്. വിശന്നിരിക്കുമ്പോൾ റബ്ബിനെ ഓർമ്മ വരും. എല്ലാ മനുഷ്യനെയും വിശ്വാസപരമായ ഒരു വേലിയേറ്റത്തിന്റെ കാരണം നമ്മുടെ ഈ നോമ്പാണ്. ഈ നോമ്പ് കാരണമാണ് നമ്മൾ ചില മാറ്റമെങ്കിലും ഉണ്ടായിട്ടുള്ളത്. ഈ നോമ്പ് കൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് മാറ്റമുണ്ടായി. റബ്ബിനെ കുറിച്ചൊരു ഫിക്ർ ഉണ്ടാവുന്നു. പള്ളിയിലേക്ക് അല്പം നേരത്തെ സഞ്ചരിക്കാൻ കഴിയുന്നു. നമസ്കാരം മുറക്കി നിർവഹിക്കാൻ നമുക്ക് കഴിയുന്നു. ഇഫ്താറുകളിൽ പങ്കെടുക്കാൻ കഴിയുന്നു. അരുതാത്ത ദേഷ്യം കടന്നു വരുമ്പോഴും ദേഷ്യം അടക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. ചില ഒരുപാട് ആൾക്കാർ, വലിയ വില്ലാളിമാരുണ്ട് ചില ആൾക്കാർ. ഒന്നെടുത്ത രണ്ടിന് ചീത്ത വിളിക്കുന്ന, വെട്ടൊന്ന് തുണ്ട് രണ്ട് എന്ന് പറയും പോലെയുള്ള സ്വഭാവമുള്ള ചില ആൾക്കാരുണ്ട്. ഏത് വിഷയത്തിലും വള്ളിക്കിട്ട് പിടിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ റമദാൻ ആകുമ്പോഴത്തേക്കും അവന്റെ ക്ഷമ കണ്ടാൽ, നോമ്പാണ് എന്ന് അവരിങ്ങനെ പറയും, നോമ്പാണ് അതുകൊണ്ട് ഞാൻ എന്നും മിണ്ടുന്നില്ല, ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞൊരു മനുഷ്യൻ സംയമനം പാലിക്കുമ്പോൾ ഈ മനുഷ്യൻ ആരാ മാറ്റിയത്? എന്ത് പെട്ടെന്നൊരു മാറ്റം? അതാ നോമ്പ്.
അതുപോലെ ആഫീനൻ, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ പറ്റുന്നു, കോപത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നു. ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഒരു വ്യക്തിയിൽ കാണുന്നുണ്ടെങ്കിൽ അവൻ തഖ്വയുണ്ട് എന്ന് മനസ്സിലാക്കാം. അവന് തഖ്വയുണ്ട്. നമ്മളെ നോമ്പ് പാഴായിപ്പോയില്ല, നമ്മുടെ നോമ്പുകൾ പാഴല്ല. പക്ഷെ നമ്മൾ അബൂബക്കറിന്റെ തഖ്വയിലെത്തിയിട്ടില്ല, ഉമറിന്റെ തഖ്വയിലെത്തിയില്ല, ശഹാബത്തിന്റെ പൂർവികരായ പല മഹത്തുക്കളെയും തഖ്വയിലെത്തിയില്ല. എന്നാലും തഖ്വയുടെ ഒരു ലാഞ്ചന നമുക്കുണ്ട്, അതൊരു ശുഭപ്രതീക്ഷയാണ് നമുക്ക്. എന്നാൽ ഈ റമദാൻ മാസം വന്നു, നോമ്പ് പിടിച്ചു, ഒരു ചലനവും നമുക്കില്ല, ഒരു ഫിക്റില്ല, പടച്ചവനെ കുറിച്ച് ആലോചനയില്ല, നമസ്കാരം പഞ്ചോലല്ലേ കൃത്യമായി കൊണ്ടുപോകാൻ കഴിയുന്നില്ല. നിങ്ങൾ ഈ പിടിക്കുന്ന നോമ്പ് പേസ്റ്റാണ്. ഇതുകൊണ്ട് ഒരു ഉപയോഗം ഉണ്ടായിട്ടില്ല, നിങ്ങൾക്ക് തഖ്വ ഉണ്ടായിട്ടില്ല. റബ്ബ് വെച്ച വ്യവസ്ഥ പോലും നിങ്ങളുടെ ഈ പ്രകൃതിയോട് ചേർന്നില്ല. നിങ്ങൾ ഹൃദയങ്ങൾ കടുത്തു പോയിരിക്കുന്നു, പാറകളെക്കാൾ ഹൃദയങ്ങൾ കടുത്തു പോയിരിക്കുന്നു. ഈ പട്ടിണി പോലും മനുഷ്യരെ നിന്നെ തിരിഞ്ഞു നോക്കാൻ, പടച്ചവനിലേക്ക് നോക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്നില്ല എങ്കിൽ, മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും നിന്നെ പ്രേരിപ്പിക്കുന്നില്ല എങ്കിൽ, നിന്റെ കച്ചവടത്തിൽ സത്യസന്ധത പുലർത്താൻ നിന്നെ പ്രേരിപ്പിക്കുന്നില്ല എങ്കിൽ, തീർച്ചയായിട്ടും നിന്റെ നോമ്പേശിയിട്ടില്ല, വെറും പട്ടിണിയാണിത്. നിന്റെ ഹൃദയങ്ങളെ ഇനിയും തുടക്കേണ്ടിയിരിക്കുന്നു, ഇനിയും കഴുകി വൃത്തിയാക്കേണ്ടിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഗൗരവത്തോടെ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുക. അല്ലാഹു മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.